ഹലോ, ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തി വറ്റിച്ചത് ഉണ്ടാക്കിയാലോ. ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്തായാലും ഉറപ്പായിട്ടും പിന്നെയും ഉണ്ടാക്കും കേട്ടോ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോകാട്ടോ. ആദ്യം തന്നെ അടുപ്പത്തൊരു ചട്ടി വെക്കാം. അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 20 25 ചെറിയ ഉള്ളി അതൊന്ന് നടുക്കുന്ന കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യണ്ട, ജസ്റ്റ് വിലങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് 2 പച്ചമുളക്, വലിയ പച്ചമുളക് തന്നെ 2 എണ്ണം കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു മത്തി വറ്റിച്ചതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി നന്നായിട്ട് വാടി വരണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കുക ലോ ഫ്ലെയിമിൽ. അങ്ങനെ ഇതാ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ തക്കാളിയൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. അപ്പം നല്ല പഴുത്ത തക്കാളി ആകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം നല്ലപോലെ മിക്സ് ആയതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം ഇത് മത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു വറ്റിച്ചത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 1/2 കിലോളം വരുന്ന മത്തിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. കുഞ്ഞിൻ മത്തിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ കുഞ്ഞിമത്തി 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇനി അത് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുഞ്ഞിമത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒട്ടും വെള്ളം ചേർക്കാണ്ട് തന്നെ നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊരു 3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ചെറുനാരങ്ങയുടെ നീര് മൊത്തമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് 1 ചെറുനാരങ്ങയുടെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞുമത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്താ പറയുക വെന്ത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാം നല്ലോണം സൂക്ഷിച്ച് ഇളക്കണം. കാരണം അതിൻ്റെ മീൻ ഫുൾ ഉടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സൈഡിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് നമുക്കിത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ട് എല്ലാം മിക്സ് ആയതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. അതുമാത്രമല്ല കുഞ്ഞുമത്തിയാണെങ്കിൽ പെട്ടെന്ന് വെന്തും കിട്ടും. അപ്പോൾ അവസാനമായിട്ട് ഈ ഒരു പച്ചവെളിച്ചെണ്ണയും കുറച്ചൊരു കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി. ഇത്രേ പണിയുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു 2 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടായിരുന്നല്ലോ. ഒന്നും പറയണ്ട, ചട്ടി വടിച്ചെടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.